ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അവകാശികൾ എത്താത്തതിനെ തുടർന്ന് മൃതദേഹം 1.5 മാസത്തിലേറെയായി ഫ്രീസറിൽ കിടക്കുകയാണ്. ഐക്കര ഹാർബറിൽ മരിച്ച കായംകുളം സ്വദേശി ബാബുവിന്റെ മൃതദേഹമാണ് ഏറ്റുവാങ്ങാൻ ആളില്ലാതെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ കോർപ്പറേഷന് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ബന്ധുക്കളെ അറിയിച്ചിട്ടും ബന്ധുക്കൾ എത്താത്തതാണോ? എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? റുജീഷ്, ജൂലൈ 7-ാം തീയതിയാണ് കണ്ണൂർ ഐക്കര ഹാർബറിൽ ജീവനൊടുക്കിയ നിലയിൽ ബാബുവിനെ കണ്ടെത്തുന്നത്. പോലീസിനാകെ ലഭിച്ചിരുന്നത് ഈ ബാബു ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശി എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഈ പേരും ഇതും മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇയാളുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചിരുന്നില്ല. പോലീസ് കുറെ അന്വേഷിച്ചെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആരെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ബന്ധുക്കൾ എത്താത്തതിനെ തുടർന്ന് ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. ഇതിന്റെ നിയമപരമായ നടപടികൾ എന്ന് പറയുന്നത് കോർപ്പറേഷനാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചുമതല ഉള്ളത്. അത് അവർ ഏറ്റെടുത്ത് സംസ്കരിക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ മൃതദേഹം കുഴിച്ചുമൂടാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നത്. ഈ ബന്ധുക്കളെ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ആ മൃതദേഹം കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കുക എന്നുള്ളത് നിയമപരമായി നിലവിൽ സാധ്യമല്ല. പോലീസിന്റെ നിയമം അനുസരിച്ച് ആ മൃതദേഹം അങ്ങനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. കാരണം പിന്നീട് ഇതിന് അവകാശികൾ വരികയോ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപരമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് ആ മൃതദേഹം ഏറ്റെടുത്ത് കുഴിച്ചു മൂടണം എന്നൊരു ആവശ്യം കോർപ്പറേഷനോട് രേഖാമൂലം തന്നെ പോലീസ് അറിയിച്ചത്. പക്ഷേ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷന് നിലവിൽ ഈ മൃതദേഹം കുഴിച്ചു മൂടുന്നതിനുള്ള സൗകര്യമുള്ള സ്ഥലം അത് കേസിൽ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് കോർപ്പറേഷന് ആ നടപടികൾ സ്വീകരിക്കാനാവില്ല എന്നുള്ളതാണ് മേയറോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. നേരെ മറിച്ച് ഈ മൃതദേഹം ഏറ്റെടുത്ത് ദഹിപ്പിക്കാനാണ് എങ്കിൽ കോർപ്പറേഷൻ തയ്യാറാണ് എന്നും മേയർ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ നിയമപരമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 1.5 മാസത്തിലേറെയായി ഒരു മൃതദേഹം അത് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നതാണ് നിലവിലുള്ള അവസ്ഥ. മേയർ മറ്റൊരു കാര്യം പറയുന്നത് പോലീസ് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഫോളോ അപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ പോലീസും കണ്ണൂർ കോർപ്പറേഷനും ഒരു തീരുമാനത്തിലേക്ക് എത്തി ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. കാരണം 1.5 മാസത്തിലേറെയായി ഒരു മൃതദേഹം ഇങ്ങനെ മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അനാദരവ് എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അത് സംസ്കരിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണം എന്ന ഒരു കാര്യം ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. റുജീഷ്, ശരി നിഖിൽ, എന്തായാലും ആ ബന്ധുക്കളെ കൃത്യമായി കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ 1.5 മാസക്കാലമൊക്കെ ഈ മൃതദേഹം ഈ തരത്തിൽ സൂക്ഷിക്കുന്നത് മറ്റൊരു പ്രശ്നം. ഇത് റീപോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായും ഈ ദഹിപ്പിക്കുക എന്നതല്ലാതെ തന്നെ കുഴിച്ചിടേണ്ടതുണ്ട്. എന്തായാലും ആ പ്രതിസന്ധി അവിടെ നിലനിൽക്കുകയാണ്.